ഈ വീക്കിൻ്റെ ഡബിൾ എവിക്ഷനോ, ഒരു എവിക്ഷൻ്റെ പ്രൊമോ കൂടി വന്നിരിക്കുകയാണ്. സുരേഷ് ആണോ ഈ ആഴ്ചയിൽ എവിക്റ്റ് ആവാനാണ് ചാൻസ് ഏറ്റവും കൂടുതൽ. കാരണം വോട്ടിംഗ് ലിസ്റ്റിൽ ഏറ്റവും താഴെ നിൽക്കുന്നത് സുരേഷ് തന്നെയാണ്. അതുമാത്രമല്ല, ഹൗസിനുള്ളിലെ പ്രകടനങ്ങളിലും അഭിപ്രായങ്ങളിലും ഒക്കെ സുരേഷ് വളരെ മോശം പ്രകടനം തന്നെയാണ് ഈ ഒരാഴ്ച കാഴ്ചവെച്ചിരുന്നത്. വളരെ ഇന്നാക്റ്റീവ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് സുരേഷ്. അതുകൊണ്ട് 100% നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും സുരേഷ് തന്നെ ആയിരിക്കും ഈ ആഴ്ചയിൽ ഔട്ടാകുക. അതുമാത്രമല്ല, രതീഷ് ഔട്ടാവാനുള്ള പ്രധാന പോയിന്റ് പരാമർശങ്ങൾ ഉന്നയിച്ചിരുന്നത് സുരേഷ് ആയിരുന്നു. രതീഷും സുരേഷും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് ആയിരുന്നു രതീഷിൻ്റെ എവിക്ഷനിലേക്ക് പോയൊരു കാരണം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വീക്ക് രതീഷ് ഔട്ടായി, ഈ വീക്കിൽ സുരേഷ് ഔട്ടാവാനാണ് ചാൻസസ് കൂടുതൽ. സുരേഷ് അവിടെ വളരെയധികം മോശം പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. നിഷാന ആദ്യ വീക്കിൽ ഇത്തിരി മോശമായിരുന്നു. എന്നാൽ രണ്ടാമത്തെ വീക്കിൽ നിഷാന കുറച്ചും കൂടി പവറായിട്ട് വന്നതായിരുന്നു, കുറച്ചും കൂടി മെച്ചമായിട്ട് ആക്റ്റീവ് ആയതായിരുന്നു. എങ്കിലും ബിഗ് ബോസ് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്. അതുകൊണ്ട് അവിടെ എന്ത് സംഭവിക്കും, എപ്പോൾ സംഭവിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോഴും ആക്റ്റീവായി, എപ്പോഴും നല്ല പ്ലെയറായി, എപ്പോഴും ചിന്തിച്ച് തന്നെ നിന്നാൽ മാത്രമേ നല്ല പ്ലെയറായി ദിവസങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരാഴ്ച വീക്കായി അടുത്ത വീക്കായി അൺപ്രഡിക്റ്റബിൾ ആണ്. എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം. ഏതായാലും പുതിയ പ്രമോയിൽ പ്രേക്ഷക വിധി മാനിച്ച് ഒരു എവിക്ഷൻ ഉണ്ടായിരിക്കുകയാണ്. സുരേഷ് ആവാനാണ് 100% ഉറപ്പ്. ഏതായാലും പുതിയ വിശേഷങ്ങളും അപ്ഡേഷനൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ.